പ്രവാസികളായ സഹോദരന്മാരുടെ ഭാര്യമാരെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഭർത്താക്കന്മാര് ഗൾഫിലും ഭാര്യമാര് നാട്ടിലുമുള്ള ഭാര്യമാർ കല്യാണമൊക്കെ കഴിഞ്ഞ് ഏകദേശം അവർക്ക് ഒരു 35-40 വയസ്സ് പ്രായമാകുമ്പോഴത്തേക്കും പലരും ഇന്ന് രോഗികളാണ്. അതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്നാമതായി ഇവര് ഭർത്താവിന്റെ സാന്നിധ്യം വല്ലപ്പോഴും മാത്രം കിട്ടുന്നത് കൊണ്ട് മക്കളെയൊക്കെ തന്നെ അങ്ങ് നോക്കി, സ്വന്തമായി തന്നെ മക്കളെയൊക്കെ നോക്കി ഒരുപാട് പ്രയാസപ്പെട്ടത് കൊണ്ട് ഇവര് വളരെയധികം ദേ ആർ ടു മച്ച് ടയർഡ്. എസ്പെഷ്യലി ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന്, മാതാവിന്റെ ഭാഗത്ത് നിന്ന്, പെങ്ങന്മാരുടെ ഭാഗത്ത് നിന്ന് ഇഷ്യൂസും കൂടെ ഉണ്ടെങ്കിൽ ഇവരുടെ കാര്യം മഹാ കഷ്ടമായിരിക്കും. ഈ ഒരു സമൂഹത്തിന്റെ ദുഃഖം കാണാനായിട്ട് ആരും ഇല്ലെന്നേ. അതുകൊണ്ട് മൈ ഡിയർ ബ്രദേഴ്സ്, പ്രവാസികളായ ഭർത്താക്കന്മാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഗൾഫിലുള്ള അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ കൺട്രീസിലൊക്കെയുള്ള ആളുകളുണ്ട്, ഭാര്യമാര് നാട്ടിലുള്ളവരോട്. അവരൊരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളായിട്ട് തീർത്തു കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ 10-35-40 വയസ്സാകുമ്പോഴത്തേക്കും ഒന്നുകിൽ ഇമോഷണൽ ഡിസോർഡർ ഒക്കെ വന്ന്, സൈക്കോസൊമാറ്റിക് ഡിസീസ് ഒക്കെ വന്ന്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ വന്ന് ഒരുപാട് ക്ലിനിക്കുകളിൽ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഭാര്യമാർ പോകുന്നുണ്ട്. ഇവരുടെ ദുഃഖം കാണാൻ ആരുമില്ല. അപ്പൊ അതുകൊണ്ട് ഫോണിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് നാം സംസാരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഭാര്യമാര് നമ്മൾ അവർക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത്, എടി ഞാൻ ആകെ ഒരു അല്പം സമയം കിട്ടുമ്പോൾ നിനക്ക് വിളിക്കും, നിനക്ക് ഈ പരാതി മാത്രം പറയാനുള്ളോ എന്ന രീതിയിൽ സംസാരിച്ചാൽ, 3-4 തവണ അങ്ങനെ പറഞ്ഞാൽ അവർ ഈ പറയുന്നത് ഒരുപക്ഷെ നിർത്തുമായിരിക്കും. പക്ഷേ അവർക്ക് പിന്നെ ആരോടാണ് ഇതൊക്കെ പറയാനുള്ളത്? സ്ത്രീകൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ പരിഹരിക്കുന്ന രീതിയെ കുറിച്ച് നേരത്തെ എപ്പിസോഡിൽ നാം പറഞ്ഞിട്ടുണ്ട്. അതൊരാളോട് പറയണം. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് പറയണം. അത് ഭർത്താവ് തന്നെയാണ്. അപ്പൊ ഈ നമ്മുടെ ഭാര്യമാരുടെ കൊച്ചു ഫ്രസ്ട്രേഷൻസ്, സങ്കടങ്ങൾ, അത് ഫോണിലൂടെ നാം തന്നെ ഒന്ന് കേട്ട് ഞാനുണ്ടെടി നിന്റെ കൂടെ എന്ന രീതിയിൽ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നാട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വീട്, നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ കൃഷിയോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തന്നെ അവരെ കൊണ്ട് കൃത്യമായിട്ട് ഒരു പിൻബലം, മാനസികമായ ഒരു പിൻബലം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഭാര്യമാരെ കൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിനൊക്കെ പകരം തട്ടിക്കേറി സംസാരിക്കുന്ന സ്റ്റൈൽ ആയി കഴിഞ്ഞാൽ മടുത്തു സാറേ. ഒത്തിരി കാലമായിട്ട് ഞാൻ സിംഗിൾ പാരന്റിങ്ങിലൂടെ ഞാൻ അങ്ങ് തകർന്നു പോയിരിക്കുകയാണ്, ഞാനങ്ങ് തളർന്നു പോയിരിക്കുകയാണെന്ന് പലരും പറയാറുണ്ട്. അതുകൊണ്ട് ഒറ്റ കാര്യം കൂടി എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ നാട്ടിലൊന്ന് സെറ്റിൽ ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിക്കുന്നേ. അപ്പൊ ഇത് പറയുമ്പോൾ പലരും പറയാറുണ്ട്, നിങ്ങൾ പറയുന്ന പോലെ ആഗ്രഹമില്ലാത്തിട്ടൊന്നും അല്ല, ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട് എന്നാണ് പറയുക. ശരിയാണ്, അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും ഫിക്സ് ചെയ്യൂ നാട്ടിൽ സെറ്റിൽ ആവുന്നതിനെ കുറിച്ച്. എന്നിട്ട് ഉള്ള കാലം ബാക്കി നാട്ടിൽ എങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ കുറിച്ച് പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ട് ഇനിയുള്ള കാലം കൂടുതൽ വൈകാതെ ഭാര്യമാരുമായിട്ട് കുടുംബത്തോടൊപ്പം സന്തോഷകരമായ രീതിയിൽ ബിസിനസ്സൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഭാര്യമാരെ കൂടെ ഗൾഫിൽ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ബിസിനസ് വളരട്ടെ. അല്ലെങ്കിൽ കൂടെ നാട്ടിൽ വരാൻ കഴിയുന്ന ഒരു അവസ്ഥയെങ്കിലും ഉണ്ടാവട്ടെ. അങ്ങനെയാണെങ്കിലും ഈ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം വലിയ തണലായിരിക്കും. അപ്പൊ പ്രവാസി ഭാര്യമാർ, നാട്ടിലില്ലാത്ത ഭർത്താക്കന്മാരുടെ ഭാര്യമാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചാണ്, അവർക്ക് എങ്ങനെ നമുക്ക് തണൽ നൽകാൻ സാധിക്കും, മാനസികമായ ഒരു സന്തോഷം, ആശ്വാസം നൽകാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം സംസാരിച്ചിട്ടുള്ളത്. അതിനൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന്